ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഇനി ആകെ 26 പേരേ ഉള്ളൂ കേരളത്തിൽ. എൻ്റെ മോൾ ഇപ്പോൾ ഇസ്രായേലിലാണ്. ഇസ്രായേൽ ടെക്നിയോണിൽ പഠിച്ചു. അവിടെ അവൾക്കുള്ള എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ, അനീഷ് സാറ് പറഞ്ഞ പോലെ, ഇസ്രായേലിലെ ന്യൂനപക്ഷ സംരക്ഷണം അത് അനുഭവിച്ചതാണ് എൻ്റെ മകൾ. കാരണം ലോകത്തിലെ ഹൈടെക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, MIT പോലുള്ള ഹൈടെക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പോലെ കിടപിടിക്കുന്നതാണ് ടെക്നിയോൺ. നിങ്ങൾ റേറ്റിംഗ് നോക്കിയാൽ കാണാവുന്ന 1 to 5 നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ടെക്നിയോൺ ഇറ്റ് പ്രൊഡ്യൂസ് 8 നോബൽ പ്രൈസ് വിന്നേഴ്സ്. അതിലാണ് എൻ്റെ മോൾ പഠിച്ചത്. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൽ 25% പാലസ്തീനിയൻസാണ്. അവിടെ കൊടുക്കുന്ന സ്കോളർഷിപ്പിൽ 25% പാലസ്തീനു വേണ്ടി നീക്കി വച്ചിരുന്നു. അതിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, പാലസ്തീനിയൻ ക്രിസ്ത്യൻസ് ഉണ്ട്, പാലസ്തീൻ മുസ്ലിംസ് ഉണ്ട്. അതാരും ലോകത്തിൻ്റെ ഈ കാര്യം ലോക ജനതയിൽ ആർക്കും അറിയില്ല എന്നതാണ്. ഇന്ന് ഇസ്രായേലിലെ നീതിപീഠത്തിലിരിക്കുന്ന, നേരത്തെ പറഞ്ഞു, അറബ് മുസ്ലിംസ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. എന്തിനധികം 4 MP-മാർ, അറബി MP-മാർ ഇസ്രായേലി നെസറ്റിലുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇസ്രായേലിനെ എപ്പോഴും ഭീകരരാഷ്ട്രമാണ് നമ്മളെ മീഡിയ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവൺ എൻ്റെ മകൾ പോലും, ജൂതനായ എൻ്റെ മകൾ പോലും ഇസ്രായേലിനെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇസ്രായേൽ ഭീകരരാണ്. നമ്മുടെ മീഡിയ അവളെ കാണിച്ചു കൊടുത്തുന്ന വിഷയങ്ങൾ അവളുടെ മനസ്സിൽ, അവൾ ആദ്യം പറഞ്ഞ് ഞാൻ പോകില്ല, ഇസ്രായേലിൽ പോകില്ല, ഒരു കാരണവശാലും ഇസ്രായേലിൽ പോകില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം 1972 ഞാൻ, എൻ്റെ അനിയൻ, എൻ്റെ പെങ്ങളും ഇസ്രായേലിൽ പോയപ്പോൾ ഞാൻ പോകേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ അമ്മൂമ്മ, ഗ്രാൻഡ് മദർ ഇസ്രായേലിൽ, ഞങ്ങൾ പോകുന്നു, നമുക്ക് ഒരുമിച്ച് പോവാം, ഏതായാലും നീ ഇവിടെ വീട്ടിൽ എൻ്റെ ഫാദർ 1970 മരിച്ചു. ഞാൻ 14 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു. അപ്പോൾ വീട്ടിൽ ആണുങ്ങളായിട്ട് ആരുമില്ല, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുക. അന്ന് ഞാൻ ടെക്നിയോണിൽ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ടെക്നിയോണിനെ പറ്റി ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ അത് സാധിച്ചില്ല. പക്ഷേ എൻ്റെ മകൾ BTech പഠിച്ചു കഴിഞ്ഞാൽ TCS-ൽ ജോയിൻ ചെയ്യുകയും TCS-ലെ ജോലി പറഞ്ഞത് that is a child's job. There's no future in it. I feel guilty to take the money from as a salary, because it is anybody who can operate a computer can be joined as there's no need of BTech degree. So she want to study higher studies. So what I said, നീ ഇസ്രായേലിലേക്ക് പോകും. ഞാൻ ഒരിക്കലും പോകില്ല, ഇസ്രായേൽ ഭീകരരാഷ്ട്രമാണ്, ഇസ്രായേൽ പോകില്ല. പക്ഷേ അവൾ IIT അപ്ലൈ ചെയ്തു. 2,40,000 പേര് എഴുതിയ പരീക്ഷയിൽ 100 പേരിൽ സെലക്ട് ചെയ്തു. ഞാൻ ഫൈനൽ എക്സാം ഷോർട്ട് ലിസ്റ്റിംഗ് there was a short listing to Chennai IIT. I was accompanied her along with her to Chennai IIT. I am the only father, maybe the only father in the world, who prayed to Hashem, the God, not to get in IIT, because I want to send her to Israel. I prayed, and when the result came, she was not there in the list. She was shocked. Later, she applied to Israel Institute of Technology, that is Haifa Technion. She applied on a condition she will not stay in Israel after the studies. Okay, that is a secondary matter. അപ്പോൾ തഗ്ലീത്ത് പ്രോഗ്രാം, ബർത്ത് റൈറ്റ് പ്രോഗ്രാം എന്നുള്ളൊരു പ്രോഗ്രാമുണ്ട് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ. ലോകത്തിലുള്ള എല്ലാ യഹൂദ സ്റ്റുഡൻസിനും 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ യഹൂദ സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ട് ഇസ്രായേലിൽ കൊണ്ടുപോകും. ഇസ്രായേലിനെ ചുറ്റും കാണിക്കുകയും അവരെ യൂണിവേഴ്സിറ്റികളിൽ കൊണ്ടുപോവുകയും 3 മാസം വരെ അവർക്ക് ഇസ്രായേൽ ഗവൺമെൻറ് ഗസ്റ്റായിട്ട് താമസിക്കാം. പിന്നെ ഇസ്രായേലിൽ താമസിക്കണമെങ്കിൽ ഫർദറായിട്ട് ഇസ്രായേലിൽ താമസിക്കാം. മിനിമം 10 ദിവസം. അപ്പോൾ എൻ്റെ 2 പെൺകുട്ടികൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇപ്പോൾ എൻ്റെ ഇളയവൾ ഇസ്രായേൽ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നു ബോംബെയിൽ. ഞങ്ങൾ 10 ദിവസത്തേക്ക് മാത്രം, ഡാഡിയുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ പോകുന്നത്. 10 ദിവസം കഴിഞ്ഞ് അവിടെ ഇസ്രായേലിൽ തിരിച്ച് മടങ്ങി വന്നപ്പോൾ പറയുന്നത്, ഡാഡി വി മേഡ് എ മിസ്റ്റേക്ക്. ഇസ്രായേൽ ഇസ് വാട്ട് വി ഹാവ് എക്സ്പീരിയൻസ് ആൻഡ് വാട്ട് യു ഹാവ് ലേൺഡ് അബൌട്ട് ഇസ്രായേൽ എൻറ്റയർലി ഡിഫറെൻറ്റ്. ഷി വാസ് റെഡി ടു ഗോ ആൻഡ് ഷി വെൻറ്റ് ടു ഇസ്രായേൽ ആൻഡ് ഷി മാരീഡ് ലാസ്റ്റ് ഇയർ. ഇനി ഇസ്രായേലിനെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കൊല്ലമാണ് എൻ്റെ മകളുടെ കല്യാണം നടന്ന്. ആ ദിവസം, ആ കല്യാണം നടക്കുന്ന സമയത്ത് അവിടെ ഒരു പാലസ്തീനിയൻ, ഇപ്പോൾ നൈഫിംഗ് ആണ്, കത്തി കൊണ്ട് വീശുക.
അപ്പോൾ സെൻട്രി പോസ്റ്റിൽ ഒരു 2 പട്ടാളക്കാരെ അവർ കത്തി കൊണ്ട് കുത്തുകയും തുടർന്ന് ഒരു പട്ടാളക്കാരനെ അയാളുടെ കാലിനിട്ട് വെടിവെക്കുകയും ചെയ്തു. തുടർന്ന് ഒരു കാലിനിട്ട് വെടിവെച്ചപ്പോൾ അയാൾ പിന്നെയും കത്തി തെറിച്ചു പോയാൽ കത്തി വീണ്ടും എടുക്കാൻ പോയപ്പോൾ വേറൊരു പട്ടാളക്കാരനെ അയാൾ തലക്കെട്ട് വെടിവെച്ച് അയാളെ കൊന്നു. ഇന്ന് ആ പട്ടാളക്കാരൻ 5 കൊല്ലം ജയിലിലാണ് അയാളെ കൊന്നതിന്. കാരണം ഒരു നിരായുധനായ ഒരാളെ കൊന്നതിന് 5 കൊല്ലം ജയിലിലാണ്. ഇതാണ് ഇസ്രായേൽ. ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട്, ലോകത്തിലുണ്ട്. ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഹമാസിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പാലസ്തീൻ ഫൗണ്ടർ യാസർ അറാഫത്തിൻ്റെ കോടികളുള്ള ആസ്തികളെ പറ്റി പറഞ്ഞു. ഇത് തന്നെയാണ് ഹമാസിലുള്ളത്. ഹമാസിലുള്ള ലീഡേഴ്സ് ഗാസയിലല്ല താമസിക്കുന്നത്, അവർ ഖത്തറിലും ദുബായിലുമാണ്. അവിടെ നിന്നാണ് അവരുടെ എല്ലാം പണം. അവർ സുഭിക്ഷിതയിൽ കഴിയുന്നു, ജനങ്ങൾ കഷ്ടത്തിൽ കഴിയുന്നു. അവർക്ക് കിട്ടുന്ന പണം മുഴുവനും തുരങ്കങ്ങളും ഇസ്രായേലിനെതിരെയുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഇനി ഞാൻ 1997 ആദ്യമായിട്ട് ഇസ്രായേലിൽ പോയപ്പോൾ ഞാൻ ഗാസയിൽ പോയിരുന്നു. ഗൂഷ് ഖത്തീഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പകുതി അതിൻ്റെ ഗാസയുടെ നടുക്കൂടി റോഡുണ്ട്. അതിൽ വെസ്റ്റ് സൈഡ് അറബ്സും ഈസ്റ്റ് സൈഡ് യഹൂദനും താമസിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ മസ്തേല നഴ്സറി, എനിക്ക് നഴ്സറി ഉണ്ട് ഇവിടെ മാർക്കറ്റ് റോഡിൽ ഒരു ചെറിയ നഴ്സറി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചെയർമാൻ ഊറി എന്നോട് ഊറിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ നീ ഇങ്ങോട്ട് വാ, നീ ഇവിടെ വന്നിട്ട് നമുക്ക് മസ്തേല തുടങ്ങാം. അവിടെ ഡീസാനിനേഷൻ പ്ലാന്റ് ഉണ്ടായിരുന്നു. യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത്, മുഴുവനും നഴ്സറികളും. പിന്നെയുള്ള കാലഘട്ടങ്ങളിൽ ഗാസ പാലസ്തീന് വിട്ടുകൊടുക്കുകയും മറ്റും ചെയ്തു. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവരെന്താ ചെയ്തതെന്ന് അറിയാമോ? ആ നഴ്സറികളെല്ലാം ഓട്ടോമേഷൻ, കംപ്ലീറ്റ് ഞാൻ കണ്ടതാണ്. എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലുള്ളതാണ്. ഡീസലൈനേഷൻ പ്ലാന്റ് എല്ലാം തീയിട്ട് കത്തി നശിപ്പിച്ചു കളഞ്ഞു. കാരണം ജനത ഒരിക്കലും മുന്നോട്ട് പോകരുത്. അവർ അടിമത്തത്തിൽ ഈ നേതാക്കന്മാരുടെ അടിമത്തത്തിൽ കിടക്കണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ തകർക്കുക എന്ന ഒരു ചെറുപ്പം മുതലേ അവർ പിള്ളേരുടെ മനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. അതാണ് ഈ ലോകം മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ്. അതിൽ കൂടുതൽ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. കാരണം ഇന്ന് ഞാൻ കഴിഞ്ഞ 2014 പോയപ്പോൾ ഗാസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട യഹൂദർ ഇന്ന് നെഗേ മരുഭൂമിയിൽ മലർവാടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏലാത്തിൽ പോകുമ്പോൾ, ഏലാത്തിൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പെനിൻസുല, ഗൾഫ് ഓഫ് അക്കോബ, ഒരു സൈഡ് ഈജിപ്റ്റ്, ഒരു സൈഡ് ജോർദാൻ, ഒരു സൈഡ് സൗദി അറേബ്യ. ഈ മൂന്ന് രാജ്യവും കാണാം ഏലാത്തിൽ പോയി കഴിഞ്ഞാൽ. ഇസ്രായേലിലേക്ക് ഒരു പെനിൻസുല, നമ്മുടെ ഇന്ത്യയുടെ പോലെയുള്ള പെനിൻസുല പോലെയുള്ള ഒരു ഭാഗമാണ് ഏലാത്ത്. ഇസ്രായേൽ മാപ്പ് നോക്കിയാൽ കാണാം. ഇസ്രായേലിൻ്റെ ബോർഡർ പച്ച പിടിച്ചും മറ്റുള്ള ഈ 3 രാജ്യത്തിൻ്റെയും മരുഭൂമിയുമാണ്. എന്തുകൊണ്ട്? ഇന്ന് ബൈബിളിൽ പറഞ്ഞ പോലെ കാനാൻ ദേശം പാലും തേനും ഒഴുകുന്ന രാജ്യം. മാർക്ക് ട്വെയിൻ പണ്ട് അവിടെ കണ്ടപ്പോൾ മാർക്ക് ട്വെയിൻ പറഞ്ഞെന്താണ്, ഈ ഭൂമിയിൽ ഒരു തരി ചെടി പോലുമില്ല. ഇന്ന് 300 ലക്ഷം മരങ്ങൾ ഇസ്രായേൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു മരം മുറിക്കണമെങ്കിൽ ഗവൺമെൻറ് അനുവാദം വേണം. ഒരു മരത്തിന് തീയിട്ട് കഴിഞ്ഞാൽ 10 മരങ്ങൾ, തീ പിടിച്ചു കഴിഞ്ഞാൽ 10 മരങ്ങൾ അവർ ഉടനെ നടും. ഒരു മരത്തിന് പകരം 10 മരം. കഴിഞ്ഞ കൊല്ലം എൻ്റെ മകളുടെ വീടിനടുത്ത് തീപിടുത്തമുണ്ടായി. ഹൈഫയിൽ തീപിടുത്തമുണ്ടായി. എല്ലാവർക്കും മാധ്യമങ്ങളിൽ കണ്ടതാണ്. ആരാണ് കാരണക്കാർ? അറബ്സ്. 17 അറബ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീയിട്ട് നശിപ്പിക്കുക. ഒരാൾ പോലും മരിച്ചില്ല എന്നുള്ളത് സത്യം. ഇത് കാരണം ക്യാമറ, എൻ്റെ മകൾ കണ്ടത് ലോകത്തിലെ അവൾ കണ്ടിട്ടുള്ള രാജ്യത്തിൽ ഇസ്രായേൽ പോയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ അവർ പോയി കണ്ടതിൽ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള രാജ്യം ഇസ്രായേലാണ്. ഇന്ന് നമ്മുടെ കടവന്ത്രയിൽ ഒരു ചായക്കടക്കാരനുണ്ട്, നമുക്ക് പരിചിതനായിരിക്കും ചായക്കടക്കാരൻ. അയാൾ ലോകത്തിലെ ഒരു 18 രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയ ആളാണ് ചായക്കടക്കാരൻ. അയാളും ഭാര്യയും കൂടി. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഇസ്രായേലാണ്. കാരണം ഏറ്റവും സെക്യൂർഡ് ലാൻഡ്. ഞാൻ അനുഭവപ്പെട്ടാണ്. രാത്രി 3 മണിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്
ഒരു ബെൽറ്റില്ല എന്നുള്ള സീറ്റ് ബെൽറ്റ് ഇടണം നിർബന്ധം. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു ഇവിടുന്ന് ചേന്നമംഗലത്ത് പോയ ഒരാളാണ്. അയാൾക്ക് ചാർജ് ചെയ്തു. കാരണം ഒരു നമ്മൾ വിദേശിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കാർ ഡ്രൈവർ ഉത്തരവാദിത്വമാണ്. അതിന് പോലും അയാൾ ഈ പറഞ്ഞ ആൾ പ്രസിഡന്റ് ഓഫ് വെജിറ്റബിൾ ബോർഡ് ഓഫ് ഇസ്രായേൽ അല്ലെ പ്രസിഡന്റ് എന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന് പോലും ചാർജ് എഴുതി കൊടുത്തു. അവിടെ യാതൊരുവിധ നീതി എല്ലാവരും ഒരേപോലെ തന്നെ കൈകാര്യം. പഴയ ഒരു ഇസ്രായേലി പ്രധാനമന്ത്രി അഴിമതിക്ക് പറ്റുന്ന ജയിലിലാണ്, എഹൂദ് ഓൾമാർട്ട്. ഇത് അവിടെ ദ ഓൺലി കൺട്രി ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഹു ഹാസ് ദ ഡെമോക്രസി, അതാണ് ഇസ്രായേൽ. ഞാൻ കൂടുതൽ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് നടത്തുന്നുണ്ട്. ഞങ്ങളിവിടെ ആകെ 26 പേരേ ഉള്ളൂ. ഈ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ വാക്ക് എവിടെ നിന്ന് വന്നതെന്നുള്ളത് അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്താന എന്ന് പറഞ്ഞ ഗിഫ്റ്റ്. ജോസഫ് റബ്ബാൻ്റെ രണ്ടാമത്തെ മകൻ 1200 ജോസഫ് റബ്ബാൻ്റെ മരണശേഷം പറവൂരിൽ നിന്ന് ചേട്ടനും അനിയനും തമ്മിലുള്ള കലഹത്തെ തുടർന്ന് എറണാകുളത്തേക്ക് വരികയും മൂത്ത ആൾ എറണാകുളത്തേക്ക് വരികയും രണ്ടാമത്തെ ആൾ കൊച്ചി മഹാരാജാവിൻ്റെ അടുത്ത് പ്ലീഡ് ചെയ്തപ്പോൾ ഒരു ചേരി ഈസ് ഗീവൺ മത്താഞ്ചേരിയായിട്ട് മാറിയത്. അത് ആർക്കെങ്കിലും മാത്തൻ്റെ ചേരി അല്ല, മത്താനച്ചേരി എന്ന ഹിബ്രു വേർഡാണ്. ഗിഫ്റ്റഡ് ലൊക്കേഷനാണ്. ഇന്ന് അവിടെ ഒരു കടവുംഭാഗം സിനഗോഗ് ഉണ്ട്. 1200 പണിത ഒരു കടവുംഭാഗം സിനഗോഗ് ഇന്ന് വളരെ ഡിലാപ്പിലേറ്റഡ് കണ്ടീഷനാണ്. അതിൻ്റെ ചരിത്രം പിന്നീട് നീട്ടി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത് ഇന്ന് അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. എറണാകുളത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഡിലാപ്പിലേറ്റഡ് കണ്ടീഷനാണ്. അത് ഇനി യൂട്യൂബിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ജീവൻ TV-ക്കാർ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കയറി കാണാം. ഇലിയാസ് ജോസഫ് കൊച്ചിൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കാണാം. ആ പള്ളി ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കേണ്ട ഓരോ ഭാരതീയൻ്റെയും കടമയാണെന്നുള്ള ഒരു ഉദ്ഘോഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ ആ ഒരു യജ്ഞത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ